എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടർക്ക് ഇനി എന്ത് ഭയക്കാൻ? മോഹക്കപ്പിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചെടുത്ത് ഇനി ലക്ഷ്യം എതിരാളികളുടെ കാലനായി അവതരിക്കലാണ്. പഞ്ചാബിന്റെ അവസ്ഥയൊന്നോർക്കണം. ആദ്യം കളിച്ച കളി 7ലും വിജയിച്ചാണ് അവർ വരവറിയിച്ചത്. പിന്നീട് അങ്ങോട്ട് തോൽവിയാൽ വീർപ്പുമുട്ടിയ നാളുകളാണ് അവർക്ക് സമ്മാനിച്ചത്. ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് കിങ്സിന് ഓപ്പണർ പ്രഭ്സിമ്രാൻ സിംഗ് മികച്ച തുടക്കമാണ് നൽകിയിരുന്നത്. തുടക്കം മുതൽക്കേ മുംബൈ ബൗളർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന ശൈലിയാണ് അദ്ദേഹം കളിയിലുടനീളം പുറത്തെടുത്തത്. ആക്രമണപരമായ ബാറ്റിങ്ങിലൂടെ മൈതാനത്തിന്റെ നാനാഭാഗത്തേക്കും പന്ത് പായിച്ച അയാൾ പഞ്ചാബിന്റെ സ്കോർ ബോർഡ് അതിവേഗം ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. മുംബൈയുടെ മുൻനിര പേസർമാരെ അനായാസം നേരിട്ട അയാൾ വെറും 32 പന്തുകളിൽ നിന്ന് 57 റൺസാണ് അടിച്ചെടുത്തത്. 6 ഫോറുകളും 4 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ മനോഹരമായ ഇന്നിങ്സ്. ഈ മികച്ച ബാറ്റിംഗ് പ്രകടനം പഞ്ചാബിന് ഒരു വലിയ സ്കോറിലേക്ക് കുതിക്കാനുള്ള ശക്തമായ അടിത്തറ പാകി. മുംബൈ ഇന്ത്യൻസിനായി ബാറ്റെടുത്ത ഷാർദുൽ തക്കൂർ മത്സരത്തിന്റെ ഗതി തിരിച്ചുവിട്ടു. തന്റെ കൃത്യതയാർന്ന ലൈനും ലെങ്ത്തും വഴി പഞ്ചാബ് ബാറ്റർമാരെ അദ്ദേഹം കടുത്ത പ്രതിരോധത്തിലാക്കി. നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് മുംബൈയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഷാർദുലിന് സാധിച്ചിരിക്കുകയാണ്. മധ്യ ഓവറുകളിൽ ഷാർദുൽ താക്കൂർ നടത്തിയ വിക്കറ്റ് വേട്ടയിൽ പഞ്ചാബ് കിങ്സിന്റെ മധ്യനിര തകർന്നടിഞ്ഞു. സ്ഥിരതയോടെ കളിച്ച പ്രഭ്സിമ്രാനെയും നായകൻ ശ്രേയസ് അയ്യറേയും പുറത്താക്കി ഷാർദുൽ മുംബൈക്ക് വലിയൊരു ആശ്വാസം നൽകി. 4 ഓവറിൽ 39 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകളാണ് ഷാർദുൽ താക്കൂർ വീഴ്ത്തിയെടുത്തത്. ഷാർദുലിന് മികച്ച പിന്തുണയുമായി ദീപക് ചാഹറും കോബിൻ ബോഷും പന്തെറിഞ്ഞു. ചാഹൽ 4 ഓവറിൽ 36 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ബോഷാകട്ടെ 1 വിക്കറ്റ് മാത്രം വീഴ്ത്തി പഞ്ചാബിന്റെ റൺ റേറ്റ് നിയന്ത്രിച്ചു. ഈ കൂട്ടായ ബൗളിംഗ് പ്രകടനം പഞ്ചാബ് ഒരു ഘട്ടത്തിൽ വലിയ സ്കോർ നേടുന്നതിൽ നിന്നും തടഞ്ഞെന്ന് തോന്നിയിച്ചതാണ്. അവിടെയാണ് മധ്യനിര തകർന്ന ബോർഡിലേക്ക് ജീവൻ നൽകി അസ്മത്തുള്ള ഒമർസായിയുടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നത്. വെറും 17 പന്തുകളിൽ നിന്ന് 4 സിക്സറും 2 ഫോറുകളും അദ്ദേഹം അടിച്ചുകൂട്ടി. അങ്ങനെ 38 റൺസാണ് അയാൾ അടിച്ചുകൂട്ടിയത്. ഒമർസായിയുടെ ഈ അതിവേഗ ഇന്നിംഗ്സ് ആണ് പഞ്ചാബിനെ 200 റൺസിലേക്ക് പാതയൊരുക്കിയത്. നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് കിങ്സ് 200 റൺസ് എന്ന റൺമല താണ്ടിയിരുന്നു. ധർമ്മശാലയിലെ പിച്ച് ബാറ്റിങ്ങിനെ തുണക്കുന്നതാണെങ്കിലും 200 റൺസ് എന്ന വലിയ റൺമല ഏതൊരു ബാറ്റിംഗ് നിരക്കും വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. വലിയ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് റയാൻ റിക്കിൾട്ടൺ മികച്ച അടിത്തറ പാകി. രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവിൽ മികച്ചൊരു റൺവേട്ട പ്രതീക്ഷിച്ചതായിരുന്നു. എന്നാൽ ഇറ്റ്മാന്റെ പടയോട്ടം 25 ഒതുങ്ങി. റിക്കിൾട്ടനാകട്ടെ 23 പന്തിൽ 48 റൺസ് എടുത്ത് ആശ്വാസമേകി. എന്നാൽ മുൻനിര ബാറ്റർമാർ പുറത്തായ ശേഷമാണ് തിലക് വർമ്മ ക്രീസിലേക്ക് എത്തുന്നത്. മത്സരത്തിന്റെ സമ്മർദ്ദം ഒട്ടും ബാധിക്കാതെ വളരെ ശാന്തനായാണ് അദ്ദേഹം കളി ആരംഭിച്ചത്. എന്നാൽ പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കിയ ശേഷം തിലക് തന്റെ യഥാർത്ഥ ആക്രമണ ശൈലി പുറത്തെടുത്തു. പഞ്ചാബ് ബൗളർമാരെ അനായാസം നേരിട്ട തിലക് വർമ്മ 6 സിക്സറുകൾ തൂക്കി 6 ഫോർ കൂടെ അടങ്ങിയതായിരുന്നു പഞ്ചാബിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകും വിധം തിലകിന്റെ ബാറ്റിംഗ് ഉയർന്നു വന്നത്. പേസ് സ്പിൻ ബൗളിംഗ് കോംബോയെ അദ്ദേഹം നിഷ്പ്രഭമാക്കി. തിലക് വർമ്മക്ക് പിന്തുണയുമായി അവസാന ഓവറുകളിൽ വിൽ ജാക്സ് ക്രീസിലെത്തി. വെറും 10 പന്തുകളിൽ നിന്ന് 2 സിക്സറും 2 ഫോറുകളും ഉൾപ്പെടെ 25 റൺസാണ് ജാക്സ് അടിച്ചുകൂട്ടിയത്. ഈ ചെറിയ ഇന്നിംഗ്സ് മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മുംബൈയുടെ മേൽ പ്രതീക്ഷ ഉറപ്പിക്കുകയായിരുന്നു. അവസാന ഓവറിൽ മുംബൈക്ക് വിജയത്തിലേക്ക് എത്താൻ ഏതാനും റൺസ് മാത്രം മതിയായിരുന്നു. എന്നാൽ ബാട്ട്ലെറ്റ് എറിഞ്ഞ അവസാന ഓവറിലെ 5-ാം പന്തിൽ തകർപ്പൻ സിക്സറിലൂടെ തിലക് വർമ്മ മുംബൈക്ക് ആ രാജകീയമായ വിജയം സമ്മാനിച്ചു. 19.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ലക്ഷ്യം കാണുകയായിരുന്നു. വെറും 33 പന്തിൽ നിന്ന് 75 റൺസ് അടിച്ചുകൂട്ടി പുറത്താകാതെ തിലക് വർമ്മ നിന്ന അയാളുടെ ബാറ്റിംഗ് ശൈലിയാണ് മുംബൈയെ രക്ഷിച്ചെടുത്തത്.